ஹாய், இது வந்து நம்ம கார்த்தி அண்ணா ஒரு ஹாய் கொடு. ഹായ്. അപ്പം നമുക്കിന്ന് ഈ കാർട്ടൂൺ ബോക്സുകൾ നമ്മൾ പണിയെടുക്കുന്നിടത്തേക്ക് എത്തിക്കല പണി. ഇതേപോലെ കൊണ്ട് ലോഡ് ചെയ്യുക, വലിച്ചുകൊണ്ട് കൊണ്ടുപോവുക. ബുദ്ധിയുണ്ട്. എന്തിനായിരിക്കും കറില്ല പറ. കിട്ടിയാ കിട്ടും. പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണടാ. ഏമാറ്റി നിൽക്കി. സ്റ്റിൽ once more മാസ്റ്റടാ. കുപ്പി, പാട്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങള്. കുപ്പി, പാട്ട്, അബ്ദുല്ലാനെ വിളിക്കുന്നുണ്ട്. പേര് കൊറേ നായിന്റെ മക്കളുണ്ട് ഇവിടെ. പേര് വിളിക്കാൻ അറിയില്ല. എന്നാ പിന്നെ ഓന്റെ സൗകര്യത്തിന് പല ഡാമേജ് ഫൈൻ 500. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇവര് കപ്പിളാണ്. പിന്നെ വേറെ കുറച്ചുണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. ഗൈസ്, നമ്മളെ സെക്കൻഡ് ചെയ്യണതനായി ഒരേ കെടുത്തു. ഞാൻ പറഞ്ഞ നേരത്തെ കപ്പിൾ കണ്ട, എവിടെയും കപ്പുണ്ടെങ്കിലും അവരൊരുമിച്ചിട്ട് എപ്പോഴും ഉണ്ടാവുക. സം കപ്പിൾ ഗോൾസ്. പണിക്കാരൻ വേറെ പണിക്കാരൻ വേറെ വന്നല്ലോ. സൂപ്പർവൈസറാണോ? എല്ലാവരും നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ഇപ്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും കഷ്ടപ്പെടണം. നമ്മൾ ലോജിസ്റ്റിക്കിൻ്റെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. 6 മാസമാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഭയങ്കര ഷോക്കാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ് നമുക്ക്. പക്ഷെ പണിയൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ താമസം കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമുള്ളൂ. പണി ഇപ്പോൾ കണ്ടില്ല, ഇതേപോലെ ഫുൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. നമ്മളിഷ്ടത്തിന് സാവധാനം പണിയെടുത്താൽ മതി. അതുകൊണ്ട് പണിയോടൊന്നും വലിയ വെറുപ്പില്ല. നമ്മൾ പഠിച്ച സ്കീം പ്രകാരം നമുക്ക് 6 മാസം വർക്ക് ചെയ്താൽ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 മാസമായിട്ട് കറക്റ്റ്. അതായത് 3 മാസം ഫസ്റ്റ് നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് പീരീഡ്, അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം എന്നാണ് കണക്ക്. ഇപ്പോൾ ഏകദേശം നമ്മൾ തീരാനായിക്കണം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളെ മുമ്പ് നമ്മൾ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നിട്ട്. എന്താ പേശം പേരടിന്ന് വന്നത് ഇവിടെ പണിയെടുക്കാൻ വന്ന അങ്ങനെ ആയിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കണ്ടേ നമ്മളെടുത്ത് എന്തിനാ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യണത്, ആകെ കുറച്ച് ആൾക്കാരെല്ലാം കാണുന്നതാണ്. ഞങ്ങളൊരു മനസ്സമാധാനം അത്രേ ഉള്ളൂ. വെറുതെ ഇതിമ്മന്ന് ഇപ്പൊ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. കൈമ ഫോണുണ്ട്, ഇഷ്ടം പോലെ കുറച്ച് ടൈമുണ്ട്. ഉള്ള സമയം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെത്തായിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി ഇല്ല. നമ്മളെ കാര്യങ്ങള് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്കവിടെ വർത്താനം പറയാൻ കുറെ ആൾക്കാരൊന്നുമില്ല. ഉള്ള ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞു അത് ചിലപ്പോൾ എനിക്ക് ഫോണിൽ എടുക്കണം. അതന്നെ പരിപാടി ഉള്ളൂ. അതാണ് ഇത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു, പണി ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നോ പ്രോബ്ലം, നോ ടെൻഷൻ, നോ പെൻഷൻ. മഞ്ഞ് പെയ്യണ ബാക്കി മലകുളിരണ മകരമാസ പെണ്ണ് മലയിറങ്ങി പുഴയിൽ കഴുകാൻ വാ, മലയിൽ തോറി ചുഴിയിൽ കഴുകാൻ വാ. മറ്റേ ആദ്യം പോലെ പാട്ട് എന്തിരുന്നു?
എന്തപ്പൻ ചേട്ടൻ കടലിൽ തൂറാൻ ഇത് ഷോർട്സ് വരും കേട്ടോ. പോയി. മാനത്തെ മഞ്ഞക്കിളികൾ കൈകൊട്ടിപ്പാടി ചേട്ടാ മുക്കിത്തോറ് 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 ചേട്ടാ മുക്കിത്തോറ് 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 ചേട്ടാ മുക്കിത്തോറ് 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 ചേട്ടാ മുക്കിത്തോറ് മുക്കിത്തോറ്. സൈഡോക്ക് സൈഡോക്ക് ഓട്ടർഷേ എഞ്ചിൻ ഞാനോ നിർത്ത നിർത്ത അവിടെ നിർത്തിയിട്ട് അപ്പൊ നമ്മളെ ബിട്ടു ബൈനെ കാണാൻ പോണേ. ഹായ് ബോലോ ഹായ് ബോലോ. അങ്ങനെ കൊറേ കാലത്തിന് ശേഷം നമ്മള് ഈ സമയത്ത് വീട്ടിലേക്ക് വീണ്. ഒരു മാസം ഡെയിലി നമ്മളെപ്പോഴാ പോയിരുന്നു? 12:30 ബാക്കിയോ 2 മണി വരെ 2:30 വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ പൊലിവാണ് ഇപ്പോൾ. ഈ സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ സമയത്ത് വീട്ടിൽ പോണത്. എന്താല്ലേ